ദേശീയപാതയോരങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. തലൂർ മുതൽ കുതിരാൻ വരെ TCV വാർത്താസംഘം നടത്തിയ യാത്രയിൽ കണ്ടത് മാലിന്യങ്ങളുടെ കൂമ്പാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തലൂരിലാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുകയായി ദേശീയപാതയോരത്തെ മാലിന്യം തള്ളൽ. ദേശീയപാതയിൽ തലോർ കിടക്കണമെങ്കിൽ മൂക്കുപൊത്തണമെന്ന സ്ഥിതിയാണ്. ഒരു വീട്ടിലെയോ സ്ഥാപനങ്ങളിലെയോ എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ തള്ളിയതായി കാണാം. മാലിന്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണേ. ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ ദുർഗന്ധമായിട്ട് എല്ലാ മാലിന്യങ്ങളും, അതായത് കോഴി വേസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. റോഡിൻ്റെ സൈഡ് കൂടി നടക്കാൻ പറ്റില്ല നമുക്ക്. മനുഷ്യന്മാർ നടക്കുന്ന സ്ഥലങ്ങളിൽ തെരുവ് പട്ടികൾ കയറിയിട്ട് ആ സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ പട്ടികൾ നമ്മളെ ആക്രമിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അങ്ങനെ TCV വാർത്താ സംഘത്തിന്റെ യാത്രയിൽ കണ്ടത് മാലിന്യ നിക്ഷേപങ്ങളുടെ ഒരു ചങ്ങല തന്നെ. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ പുറന്തള്ളാനുള്ള ഇടങ്ങളാണോ ദേശീയപാതയോരങ്ങൾ? ഇത് മണ്ണുത്തിയിൽ നിന്നുള്ള കാഴ്ച. ഏറെ ദൂരത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. മാലിന്യമുക്ത കേരളവുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴാണ് ഈ ഒരു അനാസ്ഥ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ തുടങ്ങി ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് ദേശീയപാതയോരത്ത് തള്ളുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തി ദേശീയപാതയോരങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മണ്ണുത്തി തോട്ടപ്പടിയിൽ നിന്നും പട്ടിക്കാടുക്ക് വരുമ്പോൾ ഇടതുവശത്ത് നോക്കിയാൽ യൂണിവേഴ്സിറ്റിയുടെ മുൻവശം മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിഞ്ഞിട്ടിരിക്കുക. ആ വഴി കൂടി വരാൻ പറ്റില്ല പല സമയത്തും. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് കിഴക്കോട്ട് പോകുന്ന ഏതൊരു ഭാഗത്ത് നോക്കിയാലും ഇതൊക്കെയാണ്. അപൂർവം ജനങ്ങളുള്ളടത്ത് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ജനങ്ങളിലേക്ക് ഒരു ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡും ചാലും ഈ ഡ്രൈനേജൊക്കെ മാലിന്യങ്ങൾ കൊണ്ടുവന്നെറിയാനുള്ളൊരു സംവിധാനമായിട്ട് സർക്കാർ ഉണ്ടാക്കി കൊടുത്തതാണെന്നുള്ള ചിന്തയിലാണ്. അവരുടെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ മാലിന്യ അവശിഷ്ടങ്ങൾ പോലും റോഡിൽ കൊണ്ടുവന്നെറിയുന്നവരെ. ഇനി ഹോട്ടലുകാരാണോ വീട്ടുകാരാണോ എന്ന് നമുക്കറിയില്ല. സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ പോലും ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ പിഴയും തടവ് ശിക്ഷയും ഏർപ്പെടുത്തുമെന്ന് പറയുന്നതല്ലാതെ നടപടിയെടുക്കാനോ മാലിന്യം വ്യാപകമായി തള്ളുന്ന ഇടങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനോ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട്. അങ്ങനെ കുതിരാൻ തുരങ്കമുഖത്തെത്തി ചീഞ്ഞമുട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നു വേണ്ട ഒരു മാലിന്യ മല തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. എന്തായാലും മൂക്കുപൊത്താതെ ഈ വഴി കടന്നു പോകാനാകാത്ത അവസ്ഥയാണുള്ളത്. ദേശീയപാതയോരത്തെ മാലിന്യം തള്ളലിനെതിരെ അധികാരികൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഈ ഒരു ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്.